അനമോ എന്നാ പരിപാടി എന്നാ? നമ്മൾ ഇന്ന് പുറത്ത് പോവുകയാണ് ഗൈസ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ഗ്രിൽ പാർട്ടി ഉണ്ട്. പാർട്ടി എന്നൊന്നും പറയാൻ പറ്റില്ല, ഞങ്ങളെല്ലാരും പുറത്ത് വരുന്ന് കോഴിനെ ചുട്ട് തിന്നാൻ പോകുന്നു. അപ്പൊ 12 മണിക്ക് ഇറങ്ങാനാണ് പറഞ്ഞത്. ഇപ്പൊ ടൈം 12 മണിയായി. ഞങ്ങളത് ഉച്ചക്കലത്തേക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് ഓർത്തിട്ട് നൂഡിൽസ് ഉണ്ടാക്കുന്നേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് വേണം ഇന്ന് പോകാൻ വേണ്ടി. നാട്ടിൽ നിന്ന് കുറച്ച് ചെടികൾ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്തോരും ആയി, ഇവിടെ അതൊക്കെ പിടിച്ചു കിട്ടുമെന്ന് കുറച്ച് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് വളർന്നു വരുന്നുണ്ടോ, കരിഞ്ഞു പോയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാനിപ്പോ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കൊണ്ടുവന്നത് കറ്റാർവാഴ കൊണ്ടുവന്നു, പനിക്കൂർക്ക കൊണ്ടുവന്നു, മണി പ്ലാന്റ് കൊണ്ടുവന്നു, പിന്നെ കൊണ്ടുവന്നത് 10 മണിച്ചെടികളാണ്. അതിൽ 10 മണിച്ചെടി മാത്രം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും കരിഞ്ഞു പോയി. കൊണ്ടുവന്നത് വിന്ററിലായിരുന്നു, അപ്പൊ വെയിലും ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് കരിഞ്ഞു പോയത്. കാര്യം അകത്തൊക്കെയാണ് വെച്ചത്, പക്ഷെ എന്നാലും അത് പിടിച്ചു കിട്ടിയില്ല. പക്ഷെ ബാക്കിയെല്ലാം നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കറ്റാർ വാഴ. ഇത് കുറച്ചുകൂടെ ചെറുതായിട്ടാണ് കൊണ്ടുവന്നത്. ഇതിപ്പോ ഈ വലിയ പാത്രത്തിലേക്ക് മാറ്റി നട്ടപ്പത്തിന് നന്നായിട്ട് വലുതായി വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന്. പക്ഷെ എന്റെ സൈഡൊക്കെ കരിഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എന്തോ പറ്റിയുണ്ട്. ഇവിടുത്തെ തണുപ്പിന്റെ കറ്റാർവാഴ ഇങ്ങനെ തണുപ്പത്ത് പറ്റില്ല. ആഴ്ചയിൽ ഒരു ദിവസമാണ് വെയിൽ കിട്ടുന്നുള്ളൂ. അപ്പൊ ഇതിന് വെയിൽ കിട്ടാത്തതുകൊണ്ട് അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് പിന്നെ ഒരു മിന്റിന്റെ ചെടിയാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് കിട്ടിയത് തന്നെയാണ്. കടയിൽ നിന്ന് മേടിച്ചപ്പോ എടുത്ത് നട്ടത്. ഇത് മല്ലി, അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മല്ലിന്റെ ഇത് പാകിയിട്ട് മുളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇതും മിന്റ് തന്നെയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് ഇവിടെ കിട്ടുമ്പോൾ നമുക്ക് അത് ചെറിയൊരു മണ്ണിൽ നട്ടിട്ടാണ് കിട്ടുന്നത്. അപ്പൊ അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ താഴത്തെ ആ വെയിറ്റ് പോർഷൻ വീണ്ടും നട്ടാൽ അതിനകത്ത് തീർത്ത് വരുന്നതാണ്. ഇത് പനിക്കൂർക്ക. ഇത് വളരെ ചെറിയ ചെടിയാട്ടോ കൊണ്ടുവന്നത്, പക്ഷെ ഇതിപ്പോ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഇത് ഈ വലിയ ബക്കറ്റിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഇത്രയും പെട്ടെന്ന് വളരാൻ തുടങ്ങിയത്. പനിക്കൂർക്ക നമുക്ക് അത്യാവശ്യമല്ലേ പനിയൊക്കെ വരുമ്പോ. ഇത് പിന്നെ അന്നമ്മയുടെ പരീക്ഷണം. ഇത് ഞാൻ അവക്കാഡോ മുളപ്പിക്കാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിങ്ങനെ വെച്ചാലും മുളയ്ക്കുമെന്ന് കുറെ യൂട്യൂബ് വീഡിയോയിൽ കണ്ട്. ഇത് കണ്ടോ, കിളുത്ത് വരുന്നുണ്ട്. എന്റെ തൊലി കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വെച്ചപ്പോ വേരുണ്ടായി വരുന്നുണ്ട്. എത്ര ദിവസം വെച്ച്? 10 ദിവസം. കുറച്ച് ദിവസം കൊണ്ട് തന്നെ വേര് വന്നു. ഞാനിവിടെ ഒരു അവക്കാഡോ കൃഷി തുടങ്ങും. ഇത് ഇവിടെ നിന്ന് കിട്ടിയ മല്ലിയിലയാണ് കേട്ടോ. കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ അതിന്റെ വേര് മാത്രം മണ്ണിലെടുത്ത് വെച്ചാൽ ഇങ്ങനെ ഉണ്ടായി വരും. ഇതും അവക്കാഡോ തന്നെ. അതും എന്റെ അവക്കാഡോ തന്നെ. മണി പ്ലാന്റ് മാത്രം നമ്മൾ അകത്താണ് കേട്ടോ വെച്ചേക്കുന്നത്. അകത്ത് കുറച്ച് ഹ്യൂമിഡിറ്റി ഒക്കെ നിന്നോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. പിന്നെ ഇത് കുറച്ചുകൂടെ പെട്ടെന്ന് വളരാനായിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ അതിന്റെ കുറച്ച് വേരുകൾ മുക്കി വെച്ചാൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും. ഇത് ഇവിടെ റോഡ് സൈഡിൽ നിന്നൊരു ചെടിയാണ് കേട്ടോ. വിന്ററൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ കിളുത്ത് വന്ന കുറെ ചെടികളാണ്. അപ്പൊ എനിക്ക് ഈ സക്കുലൻസ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ഒരെണ്ണം പറിച്ച് ബാഗിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നു നട്ട് വെച്ചിട്ട് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. പ്ലാനിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. നൂഡിൽസ് തിന്നാനുള്ള സമയമില്ല, അവരിപ്പൊ തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ ഇറങ്ങണം. അതുകൊണ്ട് നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. നൂഡിൽസ് അതിന്റെ കൂടെ തന്നെ സോസേജും സവാളയും. മറ്റേ ഇത് ഇട്ടില്ലേ സോസ് ഒഴിച്ചോ? അപ്പൊ നമുക്ക് ഗ്രിൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ഇവിടെ ജിക്കൂപ്പൻ. എന്നൊക്കെയാണ് എടുത്ത് വയ്ക്കുന്നത്. കുറച്ച് സബോള നമ്മൾ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ കത്തി, കുറച്ച് സ്പൂണുകൾ, ഒരു നാരങ്ങ വെക്കുന്നുണ്ട്. പിന്നെ വെള്ളം, 2 കുപ്പി വെള്ളം. പിന്നെ മസാല ഉണ്ടാക്കി, ഓൾറെഡി മസാലയുള്ള സാധനമാണ്. പക്ഷെ നമ്മുടേതായ ഒരു മസാല ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. എന്താണെന്നറിയാലോ, നോക്കാം നമുക്ക്. പിന്നെ നമ്മുടെ മെഴുകുതിരിയും ലാമ്പും. ഇനി ബാക്കി സാധനങ്ങൾ നമ്മുടെ ഫ്രണ്ട്സ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങി. കൃത്യനിഷ്ഠ കൂടുതലായതുകൊണ്ട് 12 മണി എന്ന് പറഞ്ഞത് ഇപ്പൊ 1 മണി ആയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് 2 മണിക്കൂർ യാത്ര ചെയ്യണം. ബസ്സിനാണ് നമ്മൾ പോണത്. അവര് തെറി പറഞ്ഞ് കൊല്ലും. അവർക്ക് അവിടെ നിന്ന് ഏകദേശം എന്തോരം 1 മണിക്കൂറോ? അവര് 2 മണിയാകുമ്പോ എത്തുന്ന പറഞ്ഞേ. അവർക്ക് അവിടെ നിന്ന് 1 മണിക്കൂർ എങ്ങാണ്ടുള്ളൂ. അപ്പൊ എന്താ ഈ ബസ് സ്റ്റോപ്പ് കാണിച്ചാൽ അവിടുത്തെ ബസ് സ്റ്റോപ്പ്. ബസ്സിന്റെ സമയമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടാവും. നമുക്ക് പോകേണ്ട ബസ് ഏതാറും 7:31. ഓക്കെ, 7:31. 10 മിനിറ്റ് കൂടി ഉണ്ട് വരാനായിട്ട്. ഇപ്പോൾ പിന്നെ ഇതുപോലെ ഒരു ബോർഡ് ഉണ്ടാവും എല്ലാ ബസ് സ്റ്റോപ്പിലും. ഈ ബസ് സ്റ്റോപ്പിൽ ഏതൊക്കെ ബസ് നിർത്തും, അത് എങ്ങോട്ടൊക്കെ ഉള്ളതാണ്, പിന്നെ അത് ഏതൊക്കെ സമയത്തുണ്ട്, പിന്നെ ഇതേ ഒരു റൂട്ട് മാപ്പ്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെ നമ്പർ വെച്ചിട്ട് ഒരു പേരും ഉണ്ടാവും അതിന്. അപ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് HSL എന്ന് പറഞ്ഞിട്ടൊരു ആപ്പും ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഡെസ്റ്റിനേഷനും
ഒറിജിനും കൊടുത്താൽ ഏതൊക്കെ ബസ്സിൽ എവിടെ നിന്നൊക്കെ കയറണം എന്ന് കറക്റ്റ് റൂട്ട് അവർ പറഞ്ഞു തരും. അതുകൊണ്ട് ട്രാവൽ ഇവിടെ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ആദ്യമായിട്ട് വന്നാലും നമുക്ക് ആരോടും ചോദിക്കാതെ തന്നെ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ഇവിടുത്തെ ടൈമിങ്ങും ബസ്സിന്റെ അതെ, അതിനകത്ത് 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10 മിനിറ്റിലുള്ള സാധനം വരും. കൃത്യനിഷ്ഠ ഭയങ്കര കൂടുതലുള്ള സ്ഥലമാണിത്. എന്ത് പറഞ്ഞാലും 2 മിനിറ്റ് നേരത്തെ വന്നാലും 2 മിനിറ്റ് എന്തായാലും വൈകാൻ പോടില്ല. അപ്പോൾ നമ്മൾ ഗ്രില്ലിന് വേണ്ടിയുള്ള ഇതൊക്കെ മേടിച്ചിട്ട് ചാർക്കോൾ മേടിച്ചിട്ടുണ്ട്, കത്തിക്കാനുള്ള മാച്ച് സ്റ്റിക്ക് പോലത്തെ സാധനം ഇത് രണ്ടും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ബില്ലടിച്ചിട്ട് നേരെ ബസ്സിൽ കയറി അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അവിടുന്ന് ബസ് ഇറങ്ങിയിട്ട് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട്. ആ 1.5 കിലോമീറ്റർ കഴിഞ്ഞ് കാട്ടിക്കട ഏകദേശം 4.5 കിലോമീറ്റർ ഹൈക്ക് ചെയ്താലാണ് ഈ ഗ്രില്ലിംഗ് പ്ലേസിൽ എത്തുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് നല്ല രസമുണ്ട് കാണാൻ. കാട്ടിക്കട നടക്കണം, നല്ല രസമുണ്ട്. വലിയ ചൂടൊന്നുമില്ല, നല്ല കാറ്റുള്ളതുകൊണ്ട്. പിന്നെ നല്ല മരങ്ങളും ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടി. പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ചെന്നിട്ട് അവർ പറഞ്ഞു, ആദ്യം പറഞ്ഞു വിറകൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വിറകൊക്കെ മേടിച്ച് അതും കൊണ്ടാണ് നടക്കണേ. ഇപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ വിറകുണ്ട്, ഈ വിറകിൻ്റെ ആവശ്യമില്ലാന്ന്. നമുക്ക് കളയാൻ പറ്റില്ലല്ലോ, ഇനി കൊണ്ടുപോയാലേ പറ്റുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടി. പോകുന്ന വഴി കുറച്ച് സ്ട്രോബെറി കിട്ടിയിട്ടുണ്ട്. വൈൽഡ് സ്ട്രോബെറി, വിശപ്പ് മാറ്റാം. ഇതങ്ങ് കാടിൻ്റെ ഉള്ളിലാണ്. ഈ ഹൈക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പോണ വഴിക്ക് ഫുൾ ബ്ലൂബെറിയും ഇങ്ങനത്തെ സ്ട്രോബെറിയൊക്കെയാണ്. അപ്പോൾ അതെ അടുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ബ്ലൂബെറി പറിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. ഞാൻ നടക്കണേൻ്റെ ഇടയ്ക്ക് കണ്ടതാണ് കാടിന് നടുക്ക് ഒരു വീട്, ഒരു കുഞ്ഞി എന്തൊരു സാധനം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ സെറ്റപ്പ് ഒന്നും അറിയില്ല, ഇതിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ട്. പിന്നെയും ബ്ലൂബെറീസ്, വിശപ്പ് മാറ്റാൻ ബ്ലൂബെറി മാത്രം. റേഞ്ച് ഒന്നും ഇല്ലാട്ടോ ഇപ്പൊ ഇവിടെ. നമ്മൾ ഇല്ല, കാടിന്റെ കുറെ ഉള്ളിലായി ഇപ്പൊ. നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ. സൂപ്പർ, അടിപൊളി, ഭയങ്കര പറ്റപ്പെട്ടല്ലേ. വാ, അവരവിടെ എത്തിയിട്ടുണ്ട്, നമുക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് പോവാം. കാണാൻ നല്ല രസമുണ്ട്. ഹലോ, വയ്യ പോവും അടുത്തു. അയ്യോ, നടുക്കൊരു മരം. താഴത്തെ പുല്ല് കണ്ടോ? ആ, നല്ല ഇങ്ങനെ പച്ച കളറിലല്ലേ, ഭയങ്കര രസമുണ്ടത്. സ്ഥലത്തിന്റെ പേര് സിപ്പോൺ കോർപ്പി നാഷണൽ പാർക്ക് എന്നാണ് കേട്ടോ. പിന്നെയും സ്ട്രോബെറി ആണോ? ഇതുകൊണ്ടൊരു ക്ഷീണം ഉണ്ടാവില്ല ഇത്രയും കഴിക്കണോണ്ട്. നമ്മുടെ ഗ്രില്ല് ചെയ്യാനുള്ള സ്ഥലം എത്താറായിട്ടുണ്ട്. ഇനി ഒരു 300 മീറ്ററും കൂടി കാണിക്കുന്നുള്ളൂ. ഇതാണ് നമ്മൾ പോകുന്ന വഴി. 2 സൈഡിലും നല്ല കാടാണ്. ഈ സൈഡിൽ കൂടെ ചെറിയ തോട് ഒഴുകുന്നുണ്ട്. ഈ കാട് പിടിച്ചിരിക്കുന്നതാണ് അത് കാണാത്തത്. ഏകദേശം 5 കിലോമീറ്റർ അല്ലേ? അതെ, 5 കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ഇവിടെ എത്തുന്നത്. പക്ഷെ കാറുള്ളവർക്ക് കാറിൽ വരാം, കാരണം കാറ് പോകാനുള്ള വഴി. ഇങ്ങോട്ടേക്ക് കയറ്റാൻ പാടില്ല. അതെ, അരുവി ഉണ്ടോ അവിടെ, ചെറിയ തോട്. നമ്മൾ ഏകദേശം എത്താറായി. ക്യാമ്പ് ഫയറിന്റെ ഫോട്ടോ കണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്നു. എന്ത് പറയണ്ട, ഇതാണ് നമ്മുടെ കുക്കിംഗ് ഷെൽട്ടർ. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പുറത്താണെങ്കിലും കുറെ ബെഞ്ചും ടേബിളും എല്ലാം ഉണ്ട്. ഒരുപാട് പേർക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. എന്തെങ്കിലും പരിപാടിക്കൊക്കെ പറ്റിയ സ്പോട്ടാണ്. കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കിനി ഈ കേക്ക് തിന്നാം. നല്ല രസമുണ്ട് കേക്ക് കാണാൻ. മസാല നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നാരങ്ങ അതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുക, എന്നിട്ട് ഈ മസാല ചിക്കനിലേക്ക് അങ്ങോട്ട് തേക്കണം. നമുക്ക് ഇതിൽ തേച്ച് പിടിപ്പിക്കാം. ഇതിനകത്ത് ഓൾറെഡി മസാല ഉണ്ട്, എന്നാലും മലയാളീസ് അങ്ങനെ പോരല്ലോ, നമ്മുടെ നാട്ടിലെ മസാലകൾ. ഇവിടെ വേസ്റ്റ് കളയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് കൂട് കൊണ്ടുവന്നുണ്ട്.
അപ്പൊ കൂട്ടിലേക്ക് എല്ലാം വാരി ഇടണം. ഇനി ഇവിടെ ഇതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, സലാഡിന് വേണ്ടിയുള്ള സാധനങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം വെച്ചോടി, അങ്ങനെയാണ് ഒരു ട്രിപ്പിൽ 4 പേർക്ക് കഴിക്കുകയും ചെയ്യാം. മുകളിൽ വെക്കണ താഴേക്കണോടി? മുകളിൽ വെച്ചോ. മറ്റേ ക്ലിപ്പില്ല അല്ലേ? കുഴപ്പമുണ്ടാവില്ല, അങ്ങനെ ഇരുന്നോളൂ. മറച്ചിടാൻ നേരത്ത് പിടിച്ചാ പോരെ. ഇത് കുക്കായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ആ സമയത്ത് നമുക്ക് ആ കാട്ടിൽ പോയിട്ട് കുറച്ച് ബ്ലൂബെറി ഒക്കെ പറിച്ച് തിന്നാം. ഇവിടെ നിറച്ച് ബ്ലൂബെറി ഉണ്ട്. ഇപ്പോൾ ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് ബ്ലൂബെറി തിന്നാം. നാട്ടിലൊക്കെ ഇതിന് എന്നാ വിലയാലേ. തിന്നേ, വായിൽ കളർ വരുമോ നോക്കട്ടെ. കാട്ടിലെ ബ്ലൂബെറിക്ക് നല്ല കളറും അല്ലേ? കൊറേ തിന്നാലായിരിക്കും കളർ വരുള്ളൂ. അതിലേക്ക് ഇട്ടേ ഉള്ളു. കാണിച്ച് നല്ല കളറുണ്ട്. നമ്മുടെ ഈ ക്യാമ്പ് ഫയർ സൈറ്റിന്റെ അടുത്ത് തന്നെ നമുക്ക് വിറക് ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഷെഡിൽ നിന്നാണ് നമ്മൾ ആദ്യം വിറകെടുത്തത്. ശരിക്കും പറഞ്ഞാൽ അവര് രണ്ടുപേരും വന്നിട്ട് കുറെ വിറകൊക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു, ചെറിയ ചെറിയ പീസാക്കിയിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാര് അത് അടുപ്പിലിരുന്ന് കണ്ടപ്പം അതങ്ങ് എടുത്തു. അവര് വിചാരിച്ച ആരോ എടുത്തു വെച്ചതിന്റെ ബാക്കിയായിരിക്കും. അവരാണ് ഫിനിഷ് അല്ലേ പറയണേ. പിന്നെ ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ക്യാമ്പ് ചെയ്യാനുള്ള. ഇത്രയും വലിയ വിറകായിരുന്നു. അവർ രണ്ടുപേരും നന്നായിട്ട് കഷ്ടപ്പെട്ടു തോന്നുന്നു ചെറുതാക്കാൻ വേണ്ടി. കൊറേ ചെറുതാക്കി മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫിനിഷാര് വന്നപ്പോ അവർക്ക് അറിയില്ലായിരുന്നു, അവരത് എടുത്തു. ഇവിടെ വാഷ്റൂം. നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ടല്ലോ നമ്മെ. കൈ കൊള്ളൂലായിരിക്കുമല്ലേ? ഞാൻ പിടിക്കണോ? കൊള്ളൂല. എടിയാ ഇത് തരുമോ? ചട്ടകം ചട്ടകം എന്റെ കയ്യിൽ ഫോണ്. ഇതൊന്ന് പിടിച്ചോടി. ഇല്ല ഞാൻ പിടിക്കാം, നീ ഒന്ന് ക്യാമറ പിടിച്ചാൽ മതി. അടിയിൽ നന്നായിട്ട് ഉരുകി പിടിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം ഇതിനകത്തിടാം, ഞങ്ങൾ പൊക്കി പിടിക്കാം. ഓക്കെ, ക്യാമറ എവിടെയൊക്കെ പിടിക്കാം. ഓക്കെ, നമുക്കെങ്കിൽ അടുത്തത് ഇടാം. കണ്ണാണാൻ പറ്റുള്ള പോരെ. എങ്ങനെയുണ്ടെന്നമ്മേ ചിക്കൻ്റെ ഒരു പീസ് എടുത്ത്? ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടുണ്ട്. നമ്മൾ കഴിച്ചു കഴിഞ്ഞ് വിശപ്പ് മാറി 2 ചിക്കൻ പീസ് ബാക്കിയുണ്ട്. അപ്പൊ ഇത് പൊതിഞ്ഞു കൊണ്ടുപോയിട്ട് ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ നടന്നാൽ വേറൊരു ക്യാമ്പ് ഫയറിന്റെ സ്ഥലത്ത് എത്തും, ഒരു പുഴയുടെ സൈഡിൽ. അവിടെ നല്ല വ്യൂ ആണ്. അപ്പൊ നമ്മൾ അവിടെ കൂടെ പോയി കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മള് ഇവിടെ ഉപയോഗിച്ച എല്ലാ വേസ്റ്റുകളും കൂട്ടിലാക്കിയിട്ട് കൊണ്ടുപോകണം. ഇവള് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് നോക്കി കാണാൻ പറ്റുമായിരിക്കും. ഇത് എവിടെയായിട്ടൊരു പുഴയുണ്ട് അവിടെ. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി പോണം. ഇവിടെ ഒരാൾ വന്നിട്ട് തെണ്ടടിച്ചിട്ടുണ്ട്. എന്തായി നമ്മുടെ ചിക്കന്റെ വേവ് ആയാ? അവറായി തോന്നുന്നു. നമുക്ക് എങ്കിൽ എടുത്ത് പാക്ക് ചെയ്തിട്ട് പോ.
അപ്പോൾ അതെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രില്ലൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാം. കുറച്ച് ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തെല്ലാവരും കഴിച്ചിട്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 7 മണിയായി. ഇനി ഇവിടുന്ന് ഒരു 4-4.5 കിലോമീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട്. ഒരു പുഴയുടെ സൈഡിലല്ലേ? ഭയങ്കര രസമാണ് പറയണത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, കാണാനൊക്കെ നല്ല രസമുണ്ട് ഈ കാട്. ഇവിടുന്ന് അങ്ങോട്ട് പോണ വഴി നല്ല രസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അടുത്ത സൈറ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ. നമ്മളൊരു ചെറിയ ലേക്കിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി ബാക്കിയുള്ള ചിക്കനൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 4.5 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. നല്ല രസമുള്ള വഴിയാണ് കേട്ടോ. ഭയങ്കര രസമാണ്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഫോണിൽ എത്രമാത്രം സെറ്റപ്പ് ആവേണ്ടത് എന്ന് നമുക്കറിയത്തില്ല കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. ലേക്കിലേക്ക് പോകാനുള്ള വഴി പകുതി എത്തിയപ്പോൾ തീർന്നു പോയി. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രോബെറിയും കൂടെ കിട്ടിയിട്ടുണ്ട് വഴിയിൽ നിന്ന്. ഇതും പറിച്ച് നിന്നിട്ട് നമുക്കിനി പോവാം. ഗൈസ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലല്ല, വീട്ടിലെ ബസ് സ്റ്റോപ്പിലെത്തി. ഇനി നമുക്ക് കടയിൽ നിന്ന് 2 പാഴ്സൽ പിക്ക് ചെയ്യാനുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. നമുക്ക് ലേക്ക് പോകാൻ പറ്റിയില്ല, എന്നാലും ബാക്കി സ്ഥലങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തല്ലേ? നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ ലേക്ക് പോകാൻ നല്ല വിഷമമുണ്ട്. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇനി ഒരു ടെൻ്റൊക്കെ മേടിച്ചിട്ട് അവിടെ ക്യാമ്പ് ചെയ്യാനായിട്ട് പോവാം. അത് നല്ല കാര്യമായിരിക്കും. അന്നേരം നമുക്ക് ലേക്കിൽ പോകും. ലേക്കിന്റെ സൈഡിലാകുമ്പോൾ വെള്ളവും കുറെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ കുറെ വെള്ളം ചുമക്കേണ്ടി വരും. ശരിയാ. ഇപ്പൊ തന്നെ ഏകദേശം ഒരു 14 കിലോമീറ്റർ നടന്നു. റോബോട്ട് കുറെ നാൾക്ക് ശേഷമാണ് വഴി മാറി കൊടുത്തേക്കാം. ഇതിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്ന റോബോട്ടാണ്. ഇതൊക്കെ കാരണം നമുക്കിവിടെ പണിയില്ല. ഞാൻ ചെയ്യേണ്ട ജോലിയല്ലേ ആ റോബോട്ട് ചെയ്യുന്നത്. അതിന് പറഞ്ഞിട്ടാ പോകുന്നത്, അതവിടെ നിന്ന്. സിഗ്നൽ കേൾക്കണേ. എന്നാ ശരി, സിഗ്നലൊന്നും ഇല്ലല്ലോ. അപ്പൊ ശരി ഗായ്സ്, ഞാനും റോബോട്ടും സൈൻ ഓഫ് ചെയ്യാണ്.